السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തു സജദ 14 ആയത്തുകൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞു. 15-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്. കഴിഞ്ഞ ആയത്തുകളിൽ കുറ്റവാളികളും നിഷേധികളുമൊക്കെയായ ആളുകൾ അവർക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോടുള്ള നിലപാടും അതുപോലെ തന്നെ അവരുടെ കുറ്റബോധം പരലോകത്ത് പ്രകടമാക്കുന്ന നിസ്സഹായാവസ്ഥയും അതിന് അള്ളാഹു നൽകുന്ന മറുപടിയുമൊക്കെ കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ വിശദീകരിച്ചപ്പോൾ റബ്ബിൻ്റേതായ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും മാനിക്കാതെ അവയൊക്കെ മറന്നുകളഞ്ഞ് അഹങ്കാരത്തോടെ നിഷേധാത്മക നയം സ്വീകരിച്ച് പരലോകത്ത് ശാശ്വതമായ ശിക്ഷ അനുഭവിച്ചോളൂ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് അവരെ നിന്ദിക്കുന്ന ശൈലിയിൽ അവരോട് പറയപ്പെടുന്ന രംഗമാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള 15-ാമത്തെ സൂക്തത്തിൽ നേരെ വിപരീതമായി സത്യവിശ്വാസികളായ ആളുകളുടെ നിലപാട് എങ്ങനെയാണ്, ആ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇന്നമാ യുഅ്മിനു, തീർച്ചയായും വിശ്വസിക്കുന്നവർ ആര് മാത്രമാണ് ആണ്. ഇന്നമ എന്നുള്ളത് ഒരു പദത്തിൻ്റെ തൊട്ട് മുമ്പ് വരുമ്പോൾ ഒരു മാത്രം എന്നൊരർത്ഥം അവിടെ കിട്ടും. ഉദാഹരണം, ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അല്ലാഹു മാത്രമാണ് ഏകനായ ആരാധ്യൻ. ഇവിടെ ഇന്നമാ യുഅ്മിനു, വിശ്വസിക്കുന്നത് ആര് മാത്രമാണ്? എന്ത് വിശ്വസിക്കുന്നത്? ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ. ആയത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്. ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുന്നത് ആര് മാത്രമാണ്? അല്ലദീന, ഒരു കൂട്ടർ മാത്രമാണ് നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുക. ഇനി അവരുടെ ഏതാനും ഗുണങ്ങളാണ് ഈ 1-2 ആയത്തുകളിലൂടെ പറയുന്നത്. എന്താണ് അവരുടെ ഒന്നാമത്തെ ഗുണം? ഇദാ ദുക്കിറു, അവർ ഉപദേശിക്കപ്പെട്ടാൽ. അധിക മുഫസ്സിറുകളും അവിടെ ഇദാ വുഇളു എന്നാണ് തഫ്സീർ കൊടുത്തു കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഉത്ബോധിപ്പിക്കപ്പെടുക. ആ ഉത്ബോധിപ്പിക്കപ്പെടുക, ഉപദേശിക്കപ്പെടുക എന്നൊക്കെ തന്നെയാണ് ഇവിടെയും എന്ത്? ദുക്കിറു, ദുക്കിറു. ഇദാ ദുക്കിറു, അവർ, ആ വിശ്വാസികൾ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ, ഉപദേശിക്കപ്പെട്ടാൽ, ബിഹാ, ആ ആയത്തുകൾ മുഖേന, ഈ ആയത്തുകൾ മുഖേന അവർ ഉത്ബോധിപ്പിക്കപ്പെടുകയോ ഉപദേശിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ എന്തായിരിക്കും അവരുടെ സ്വഭാവം? ഖർറു, അവർ വീഴുന്നതാണ്, നിലംപതിക്കുന്നതാണ്. ഖറ
ഖറ, ഖറാ, ഖറൂ. ഖുർആനിൽ കാണാം വഖറ മൂസ സഈഖ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഒരു പ്രകാശം വെളിവായി എന്നേ ഖുർആൻ പറയുന്നുള്ളൂ. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി, ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ഖറ മൂസ സഈഖ. മൂസാ അലൈഹിസ്സലാം ബോധം കെട്ടു വീണു. അപ്പോൾ ആ പ്രയോഗം എന്താണ്? ഖറ, അങ്ങനെ നിലംപതിക്കുക, വീഴുക. കേവലം ഒന്നാകരം മറിഞ്ഞു വീഴലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖറൂ സുജ്ജദൻ, മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ഖറൂ, അവർ മറിഞ്ഞു വീഴുന്നതാണ് അല്ലെങ്കിൽ നിലംപതിക്കുന്നതാണ്. സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായി. സുജ്ജദ്, റുക്കഴ്, ഇതൊക്കെ പ്രയോഗങ്ങളാണ്. റുക്കൂഴ് ചെയ്യുന്നവർ റുക്കഴ്, സുജൂദ് ചെയ്യുന്നവർ സുജ്ജദ്. ഫഖറൂ സുജ്ജദ, സുജൂദ് ചെയ്യുന്നവരായി കൊണ്ടവർ നിലംപതിക്കും. ഒന്നാമത്തെ ഗുണം. അടുത്തത് വസബ്ബഹൂ, അവർ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യും, അവർ തസ്ബീഹ് ചൊല്ലുകയും ചെയ്യും. സബ്ബഹ യുസബ്ബിഹു, തസ്ബീഹ്, അവർ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യും. ബി ഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്, അവരുടെ റബ്ബിന് ഹംദ് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ടവർ തസ്ബീഹ് ചൊല്ലുകയും ചെയ്യും. നമുക്ക് വിശദീകരിക്കാനുള്ളതാണ്. വസബ്ബഹു ബിഹംദി റബ്ബിഹിം. അടുത്ത ഗുണം വഹും, അവർ ലാ യസ്തക്ബിറൂൻ, അഹങ്കാരം നടിക്കുകയുമില്ല, അഹങ്കരിക്കുകയുമില്ല. ഇസ്തക്ബറ യസ്തക്ബിറു, അഹങ്കാരം കാണിച്ചു. ഇസ്തക്ബറ യസ്തക്ബിറു, അഹങ്കാരം കാണിച്ചു. ലാ യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുകയും ചെയ്യുകയില്ല. അഹങ്കാരം കാണിക്കുന്നവന് മുസ്തക്ബിർ എന്ന് പറയും. ഇസ്തക്ബറ യസ്തക്ബിറു, മുസ്തക്ബിർ. കിബിർ എന്നുള്ളതാണ്. കിബിർ, കിബിർ എന്ന് പറഞ്ഞാൽ എന്താ? അഹന്ത, അഹങ്കാരം. ലാ യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുകയും ഇല്ല. ഇതാണ് മൂന്നാമതായി മറ്റൊരു വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? വളരെ വ്യക്തമായി അല്ലാഹു തആല പറയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നല്ല ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണമെങ്കിലേ അത് അർത്ഥം വെക്കാനൊക്കെ കിട്ടുള്ളൂ. ഇവിടെ ഇപ്പം എന്താ പറയണത്? നേരത്തെ ഉള്ള ആയത്തിൽ പറഞ്ഞാൽ എന്താ? അള്ളാന്റെ ആയത്തുകൾ മറന്നു കളഞ്ഞ് അതിനെ നിഷേധിച്ച് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ എല്ലാം തള്ളിക്കളഞ്ഞ് ജീവിച്ച ആളുകൾ പരലോകത്ത് വന്ന് നരകത്തിയിൽ വീഴുമ്പോൾ അവരുടെ കരച്ചിലും ബഹളവും അതിനവർക്ക് കിട്ടുന്ന മറുപടിയൊക്കെ അവരോട് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയണല്ലോ. ആര് മാത്രമാണ് നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുക? അതാണ് പറയുന്നത്. ഇന്നമാ യുഅ്മിനു, അവിടെ ഇന്നമ ഒഴിവാക്കിയിട്ട് നമ്മളൊന്ന് അർത്ഥം പറഞ്ഞു നോക്കുക. യുഅ്മിനു എന്ന എളുപ്പമുണ്ട്. യുഅ്മിനു ബി ആയാത്തിന, അങ്ങനെ അർത്ഥം പറയേണ്ടത്. യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ആയത്തുകൾ കൊണ്ട് വിശ്വസിക്കുന്നു. അല്ലദീന, ഒരു കൂട്ടർ മാത്രം. അപ്പൊ ഇന്നമാന്റെ അർത്ഥം അവിടെ ചേരും. അപ്പൊ നമ്മുടെ ആയത്തുകൾ കൊണ്ട് വിശ്വസിക്കുക താഴെ പറയുന്ന കൂട്ടർ മാത്രമാകുന്നു. എങ്ങനെ? നമ്മുടെ ആയത്തുകൾ കേട്ടാൽ അതിൽ കൃത്യമായി വിശ്വാസം സമർപ്പിക്കുക താഴെ പറയുന്ന ആളുകൾ മാത്രമാകുന്നു. ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുക ഒരു കൂട്ടർ മാത്രമാണ്. അവരാരാണ്? അല്ലദീന, അവർ. കണ്ടോ, അങ്ങനെ അർത്ഥം പറയാം. അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? ഇനിയാണ് എങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശേഷണങ്ങൾ പറയുന്നത്. എന്താ അവരുടെ ഒരു വിശേഷണം പറയുന്നത്? ഇദാ ദുക്കിറൂ ബിഹാ, അവർ ഉപദേശിക്കപ്പെട്ടാൽ. ഇദാ ദുക്കിറൂ, അവർ ഉപദേശിക്കപ്പെട്ടാൽ. ബിഹാ, അതുകൊണ്ട്. ഏതാണ് അത്?
ഏതാണ് അത്? അതുകൊണ്ട് ഉപദേശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതായി അത്? ആ ആയത്തുകൾ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കണം. ഈ ആയത്തുകൾ കൊണ്ട് ഇവിടെ ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന എന്നുള്ളയിടത്ത് ധാരാളം മുഫസ്സിരീങ്ങൾ അവിടെ ആയാത്തിന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അയ്യൽ ഖുർആൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഖുർആൻ കൊണ്ട് ഇപ്പൊ ഖുർആനിലെ ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടെ വിശാലമായ നിലക്ക് അതിൻ്റെ അർത്ഥം നൽകിയവരുണ്ട്. ഖുർആനിൽ ആയാത്ത് എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രയോഗിക്കാറുള്ളത്. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ശക്തിയും കുദറത്തുമൊക്കെ വെളിവാക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ഇപ്പൊ ഖുർആനിൽ നമുക്ക് ഉദാഹരണത്തിന് കാണാൻ സാധിക്കും, ഒമിൻ ആയാത്തിഹി മനാമുക്കും ബിൽ ലൈലി വന്നഹാരി. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നു, മനാമുക്കും ബിൽ ലൈലി വന്നഹാരി, നിങ്ങൾ രാത്രിയും പകലൊക്കെ ഉറങ്ങുന്നതും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതും ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. ഷംസ് ഖമർ, ഇന്ന ശംസ വൽ ഖമറ, ഇത് ഹദീസാണ് ഇപ്പൊ പറയുന്നത്. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ് ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണത്. ഒരിക്കൽ മദീനയിൽ ഗ്രഹണം ബാധിച്ചപ്പോൾ അവിടുത്തെ കുട്ടി മരിച്ചതും ഇതും കൂടെ യോജിച്ചു വന്നു. ഇബ്രാഹിം എന്നുള്ള കുട്ടി റളിയല്ലാഹു അൻഹു, ആ കുഞ്ഞ് മരിച്ച ദിവസവും ഇതും കൂടി യോജിച്ചു വന്നപ്പോൾ ആളുകൾ രണ്ടും കൂടെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, മുത്ത മുസ്തഫായുടെ മകൻ മരിച്ചതിൽ പ്രപഞ്ചത്തിന് വരെ ദുഃഖം പൂണ്ടിരിക്കുന്നു, സൂര്യൻ മറഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിന് കിട്ടിയ ഒരു വലിയ പ്രശസ്തിക്ക് കാരണമായ സംഭവമാണല്ലോ എന്നോർത്ത് പുളകം കൊള്ളാതെ, മേനി നടിക്കാതെ, അഹങ്കാരം കാണിക്കാതെ ഉടനെ ഹൈ സ്പീഡിൽ പള്ളിയിലേക്ക് ഓടിയെന്നാണ്. ആ ഓട്ടത്തിൽ തട്ടവും ഡ്രസ്സും കൂടി ശരിക്ക് എടുക്കാൻ സ്ഥലം കിട്ടില്ല. കാരണം എൻ്റെ സമൂഹം പഴച്ചു പോകരുത് എന്ന് പെട്ടെന്ന് പള്ളിയിൽ കയറി മുമ്പിൽ കയറിയിട്ട് എന്താ പറഞ്ഞറിയോ? ജനങ്ങളെ, സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചേർത്ത് പറയാം. ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല. സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ട രണ്ട് ആയത്തുകളാണ്. ഖുർആൻ ആയത്താ? അല്ല. അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അള്ളാഹുവിൻ്റെ ശക്തിയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് സൂര്യനും ചന്ദ്രനൊക്കെ. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. അത് ആരുടെയെങ്കിലും ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഒന്നും അവ രണ്ടിനും എന്തു ബാധിക്കൂല? ഗ്രഹണം ബാധിക്കുകയില്ല. അതുകൊണ്ട് ഗ്രഹണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു വരുത്താതെ നിങ്ങൾ എന്തു ചെയ്യണം? ഫഫ്സഉ ഇലസ്സലാഹ്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ടു വരൂ. ഗ്രഹണം നീങ്ങുവോളം നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ആയത്തുകൾ, അന്ധവിശ്വാസങ്ങൾ ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടാകും. ഇതിൻ്റെ പേരിൽ, ഗ്രഹണത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസം പറഞ്ഞു വരുത്തുന്ന ആളുകൾ ഉണ്ടാകും. കാറെടുത്ത് പുറത്ത് കറങ്ങുമ്പോൾ കരിമ്പൂച്ച വിലങ്ങിയാടിയാൽ മതി, അയ്യോ കറുത്ത പൂച്ച വിലങ്ങിയാടി, ഇനി പ്രശ്നമാണ്. എത്ര ആൾക്കാരാ സ്വന്തം കാറ് പാർക്കിങ്ങിൽ സൈഡാക്കിയിട്ട് ടാക്സിക്ക് പോകും. എന്താ കാരണം? ഇന്ന് യാത്രയാണ് പുറപ്പെട്ടതോടുകൂടി കറുത്ത പൂച്ച വിലങ്ങിയാടി. അതോ എൻ്റെ ഹൈറും ഷെറും തീരുമാനിക്കോ? ഒരു പൂച്ച വിലങ്ങിയാടിയാൽ ഒരക്കമാണോ ഒരു നമ്പറാണോ ഒരാൾക്ക് ഹൈറും ഷെറും തീരുമാനിക്കുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഖീദ എന്താണ്? വൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഹൈറും ഷെറും തീരുമാനിക്കുന്നത് എൻ്റെ സൃഷ്ടാവായ യജമാനനായ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. അല്ലാതെ ഒരു പൂച്ച വിലങ്ങിയാടിയാലോ, കൈയൊന്ന് ഉള്ളിൽ ചൊറിഞ്ഞാലോ, കണ്ണിൻ്റെ പുരികം ചൊറിഞ്ഞാലോ, ശരീരത്തിൻ്റെ മറ്റെവിടെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ആ സ്കിന്നൊന്ന് തുള്ളിയാലോ, പല്ലി ഗൗളി ഉണ്ടല്ലോ ഉത്തരത്തിലിരുന്നിട്ട് അത് റൂഫിലിരുന്നിട്ടൊന്ന് ശബ്ദിച്ചാലോ, ഗർഭിണിയുടെ ശരീരത്തിലേക്ക് ഒരു തവള ചാടിയാലോ, അല്ലെങ്കിൽ അവനവൻ്റെ ആരുടെയെങ്കിലും വീടിൻ്റെ ഒരു ഭാഗത്ത് വന്ന് ഒരു കൂമൻ എന്ന് പറയുന്ന, കുറ്റിച്ചൂള എന്ന് പറയുന്ന ആ വസ്തു, ഓള് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നിങ്ങനെ ശബ്ദം പുറപ്പെടുവിച്ചാലോ, കാക്ക കുറുകിയാലോ ഒക്കെ അതിൻ്റെ പേരിൽ പേടിക്കുന്നവരും അതിനൊക്കെ അർത്ഥം വെക്കുന്ന ആളുകളും സമൂഹത്തിൽ ധാരാളമുണ്ട്.
അതാ ഞാൻ പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു വിശ്വാസം വന്നു. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായി? സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ ജനങ്ങൾ രണ്ടും കൂടെ കൂട്ടിപ്പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായി തന്നെ എതിർത്തു. അപ്പോൾ നമ്മൾ പോയത് എവിടുന്നാണ്? ആയത്ത് എന്നുള്ളത് ഖുർആനിലെ ആയത്തുകൾക്ക് വേണ്ടി മാത്രമല്ല. ആയാത്ത് എന്നുള്ളതിന് മുഅ്ജിസത്തുകൾക്ക് ആയാത്തുകൾ എന്ന് പറയും. ഈ ലോകത്ത് നടക്കുന്ന ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾക്ക് ആയാത്തുകൾ എന്ന് പറയും. അതൊക്കെ നമുക്ക് ചിന്തക്ക് വക നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം അതും പെടും ഇതിൽ. അതൊക്കെ കണ്ടാലും കേട്ടാലും ഒക്കെ മറ്റുള്ളവരെ ഒരു ഭൂമികുലുക്കം എവിടെയെങ്കിലും ഉണ്ടായി വേറുള്ളവരത് വാർത്ത വായിച്ചാൽ തള്ളും പോലെയല്ല ഒരു മുഅ്മിൻ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് അത് ചിന്തിക്കുന്നു. കണ്ടോ, എന്തുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത് എന്നവൻ ആലോചിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇളങ്കാറ്റിങ്ങനെ അടിച്ച് വീശുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലെയുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് പറയുന്നുണ്ട്, ഒരു കാറ്റടിച്ച് വീശുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്ത് നിറപ്പകർച്ച ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ഒരു ബേജാറും വെപ്രാളൊക്കെ. എന്തപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ എത്ര വെപ്രാളപ്പെടാനുള്ളത്? ചോദിച്ചു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്തിനാണ് ഒരു കാറ്റടിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇത്ര അസ്വസ്ഥനാകുന്നത്? നോക്കണം, ഒരു വിശ്വാസിയുടെ നമ്മുടെ റോൾ മോഡലായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചിന്ത, മാതൃകാപരമായ ചിന്ത, ആരും ചിന്തിക്കാത്ത കാര്യം അവിടുന്ന് പറയാണ്. പറഞ്ഞുകൊടുത്തു മറുപടി. എന്തുകൊണ്ടാണെന്നറിയോ? 7 ദിവസം 7 രാപ്പകലുകൾ നീണ്ടുനിന്ന അതിശക്തമായ ശരശരേ എന്ന കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിന് കാറ്റ് തുടങ്ങിയത് ഇതുപോലെ ഇളങ്കാറ്റായിട്ടാണ്. പിന്നീടാണത് മൂർച്ചയേറിയ ശീൽക്കാരം പുറപ്പെടുവിക്കുന്ന കാറ്റായി മാറിയത്. സുബ്ഹാനല്ലാഹ്. അതാ ചിന്ത. ഇതങ്ങനെ ആവുമെന്ന് ഞാൻ പേടിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ കാറ്റടിക്കുമ്പോൾ പറയാനൊരു ദിക്റും അവിടുന്ന് പഠിപ്പിച്ചിരുന്നു. അല്ലാഹുവേ, ഈ കാറ്റിൽ അടങ്ങിയിട്ടുള്ള ഖൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ കാറ്റ് മുഖേന ഉണ്ടാകാവുന്ന ഏതെല്ലാം ഷർറുകളും ആപത്തുകളും ഉണ്ടോ, ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു എന്ന ദിക്ർ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയും ചെയ്തു. ഇതാ മുഅ്മിൻ. നമ്മൾ സമൂഹത്തിൽ ചുറ്റുഭാഗത്തും കാണുന്ന ഓരോ വാർത്തകളും, ഓരോ നാടുകളിലുണ്ടായ പരീക്ഷണങ്ങളും, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നമ്മൾ എഴുതിത്തള്ളുന്ന ഒട്ടേറെ കാര്യങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണരണം. അല്ലാഹുവേ, എൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ടായിരിക്കുമോ ഇവിടെ എന്തെങ്കിലും ബലാഉ മുസീബത്തുകൾ ഇറങ്ങുന്നത്? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അല്ലാഹുവേ, ഭൂമിയിൽ ഒരു ബലാവും ഇറങ്ങുന്നില്ല ഇല്ലാ ബിദംബിൻ, പാപം അധികരിക്കുമ്പോഴല്ലാതെ. അത് നീങ്ങുകയില്ല ഇല്ലാ ബി തൗബത്തിൻ, തൗബ കൊണ്ടുമല്ലാതെ. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളുടെ, ചെയ്തികളുടെ ആ രൂപത്തിലുള്ള കാരണങ്ങളാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. ലഹറൽ ഫസാദു, ഫസാദ് വെളിവായിരിക്കുന്നു, ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും. എന്തുകൊണ്ട്? ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവൃത്തികൾ നിമിത്തം. എന്താ മഴയ്ക്ക് വേണ്ടി പുറപ്പെടുന്നതിൻ്റെ മുമ്പും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, തൗബ അധികരിപ്പിക്കണം എന്ന് പറയണത് എന്തുകൊണ്ടാണ്? പാപങ്ങൾ അധികരിക്കുമ്പോഴാണ് ഇവിടെ മഴ കുറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ആയാത്തിന എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആയത്തുകൾ മാത്രമല്ല, മറ്റു നിലക്കുള്ള ദൃഷ്ടാന്തങ്ങളും അതൊക്കെ സത്യവിശ്വാസികളായ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ
ആ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ കഴിഞ്ഞു പോയിട്ടുള്ള മുൻകാല സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ അടങ്ങുന്ന ആയത്തുകളൊക്കെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഏതിൻ്റെ വിശദീകരണം ഇപ്പം ഞാൻ പറയുന്നത്, ഇദാ ദുക്കിറൂ ബിഹാ, ആ ആയത്തുകൾ മുഖേന അവർക്ക് ഉപദേശം നൽകപ്പെട്ടാൽ, മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? ഖർറൂ സുജ്ജദാ, അവർ സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടാണ് വീഴും. പ്രമാണങ്ങളോടുള്ള അവരുടെ സമീപനമാണ് സുഹൃത്തുക്കളെ ഈ കേൾക്കുന്നത്. കണ്ടോ, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ അവർ കേൾക്കുമ്പോൾ, ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, യുഅ്മിനൂ എന്ന് പറഞ്ഞാൽ യുസദ്ദിഖൂനാണ് അർത്ഥം. വെറും കേവല വിശ്വാസം നാവുകൊണ്ട് പറയലല്ല. യുഅ്മിനു ബി എന്ന് പറഞ്ഞാൽ സ്വദ്ദഖ വ അഖറ. അവിടെ ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരണം കൊടുത്തത് എന്താണ്? ഐ ഇന്നമാ യുസദ്ദിഖു ബിഹാ, ഈ ആയത്തുകളെ വിശ്വസിക്കുക മാത്രമല്ല സത്യപ്പെടുത്തി അംഗീകരിച്ച് വിശ്വസിക്കുക. എന്താ മറ്റു നിലക്കുള്ള ഈമാൻ ഉണ്ടാവുമോ? ഉണ്ടാവും. വെറുതെ പുറത്തൊക്കെ നാവുകൊണ്ട് പറയും, ഉള്ളിലോ എനിക്കതിന് വിശ്വാസമൊന്നും ഉണ്ടാവില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലൂ അസ്ലംനാ. അഅറാബികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അല്ലാഹ് പറഞ്ഞു, നിങ്ങളെ ഹൃദയം വിശ്വസിച്ചിട്ടില്ല, നിങ്ങളങ്ങനെ പറയാനായിട്ടില്ല. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ജനങ്ങളിലുണ്ട് ചില ആളുകൾ, അവർ പറയും, യഖൂലു, അവരിങ്ങനെ വെറുതെ പറയും, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി, ഞങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ജനങ്ങളിൽ. വമാഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല തന്നെ. അല്ലാഹു പറയണം, അവർ മുഅ്മിനേ അല്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ, അവർ അല്ലാഹനെയും മുഅ്മിനീങ്ങളെയും പറ്റിക്കാൻ നോക്കുകയാണ്. വാസ്തവത്തിൽ അല്ലാഹയും മുഅ്മിനീങ്ങളൊന്നും പറ്റിക്കാൻ അവർക്ക് പറ്റൂല. വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല അവരെ തന്നെയല്ലാതെ. പക്ഷേ അവർക്കത് അതുപോലും മനസ്സിലാകുന്നില്ലല്ലോ. എവിടെയായി വചനം? സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാഫിറിന്റെ ആയത്തും കഴിഞ്ഞിട്ട് പിന്നെ വമിനന്നാസി പറയുന്നത് ആരെക്കുറിച്ചാ? മുനാഫിഖീങ്ങളെ കുറിച്ചാണ്. അപ്പൊ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അടക്കമുള്ള പല ഖുർആൻ വ്യാഖ്യാതാക്കളും ഇന്നമാ യുഅ്മിനു എന്നുള്ളിടത്ത് യുഅ്മിനു അയ്യുസദ്ദിഖു എന്ന് തഫ്സീർ കൊടുത്തത്. സത്യപ്പെടുത്തി അംഗീകരിച്ച് വിശ്വസിക്കുക. അപ്പൊ മനസ്സാ വാച കർമ്മണ, മനസ്സുകൊണ്ട് അവന് വിശ്വസിച്ചിരിക്കുന്നു, വാക്കുകൊണ്ട് അവൻ അതിനെ അംഗീകരിക്കുന്നുണ്ട്, പ്രവൃത്തിയിലും അവനത് തെളിയിക്കുന്നുണ്ട്. അതാ മുഅ്മിൻ, അതാണ് മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനം, ലൈസൽ ഈമാനു ബിത്തമന്നി, ലൈസൽ ഈമാനു ബിത്തമന്നി. എന്താ അർത്ഥം? ഈമാൻ എന്നുള്ളത് കേവല മോഹം മാത്രമല്ല. തമന്നി, ഞാനിങ്ങനെ മോഹിച്ചുകൊണ്ട് മാത്രം എനിക്ക് ഈമാൻ ഉണ്ടാവില്ല. വലാകിന്നൽ ഈമാൻ, ഈമാൻ എന്ന് പറയുന്നത് എന്താണ്? എന്ത് ചെയ്യണം? അവൻ വഖറ ഫിൽ ഖൽബി, ഒരാളുടെ ഹൃദയത്തിൽ അതങ്ങട്ട് രൂഢമൂലമാകണം. എന്നിട്ട് അവൻ്റെ നാവും അവയവങ്ങളും ഒക്കെ അത് സത്യപ്പെടുത്തിയിട്ട് അത് പ്രവർത്തിക്കുകയും പറയുകയൊക്കെ ചെയ്യണം. അതാണ് എന്ത് ഒറിജിനൽ ഈമാൻ. അതൊക്കെ നമുക്ക് തരാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈമാൻ. മറ്റേതിപ്പോൾ അങ്ങനെ പറയുന്ന എത്ര ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ആ പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് വേരൂന്നി പറയാനും, ആ വേരൂന്നി പറയുന്ന വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ നാവുകളെ അതിന് വഴങ്ങിക്കൊണ്ട് അതിനനുസൃതമായി ആ ഈമാനിൽ തന്നെ അടിത്തറ പാകിക്കൊണ്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയാന്നുള്ളതാണ് മുഅ്മിൻ. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ തന്നെ അർത്ഥം വെക്കണം. എന്ത്? വിശ്വസിച്ച് അംഗീകരിച്ച് വിശ്വസിക്കുക, വിശ്വസിച്ച് സത്യപ്പെടുത്തുക. അതാണ് ഇന്നമാ യുസദ്ദിഖു ബിഹാ. ഈ ആയത്തുകളെയൊക്കെ സത്യപ്പെടുത്തുക ആര് മാത്രമാണ്? അല്ലദീന, ഒരു കൂട്ടർ മാത്രമാണ് ഖുർആനിനെ സത്യപ്പെടുത്തുക.
ഒരു കൂട്ടർ മാത്രമാണ് ഖുർആനിനെ അംഗീകരിക്കുക. അവരുടെ സ്വഭാവം എന്തായിരിക്കണം? അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? ഇദാ ദുക്കിറൂ ബിഹാ, ഈ ആയത്തുകൾ മുഖേന അവർക്ക് ഉപദേശം കൊടുക്കപ്പെട്ടാൽ ഖർറൂ സുജ്ജദാ, അവർ സുജൂദ് ചെയ്യുന്നവരായി വീഴുന്നു. അതായത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊടുക്കുന്ന തഫ്സീർ കേട്ടോളൂ, വളരെ വ്യക്തം. ഇസ്തമഊ ലഹാ, അവരതിലേക്ക് കാതു കൊടുക്കും. ആയത്തുകൾ കേൾക്കുമ്പോൾ അവരതിലേക്ക് എന്ത് ചെയ്യും? കണ്ണും കാതും ഒക്കെ കൽബൊക്കെ കൊടുക്കും, ശ്രദ്ധിച്ചു കേൾക്കും. വഅതാഊഹാ ഖൗലൻ വഫിഅലാ, അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും അതിനനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കുകയും ചെയ്യും. അതാണ് മുഅ്മിനുകൾ. ഇത് ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നല്ലവരായ ആളുകളൊക്കെ ഇങ്ങനെയാണ്. അതവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ പ്രകടമാകുന്നതാണ്. നോക്കൂ നിങ്ങൾ, മറ്റു ചില മുഫസ്സിരീങ്ങൾ, ഇപ്പോൾ തഫ്സീർ സഅദിയിൽ നമുക്ക് കാണാം, ഈ കാര്യം പറഞ്ഞെടുത്ത് അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അവരുടെ യഥാർത്ഥത്തിൽ മനസ്സ് വല്ലാതെ അള്ളാഹുവിലേക്കാണ് വിനയപ്പെട്ടിട്ടുണ്ടാകും. അവരുടെ ബദനും അവരുടെ ഖൽബും അവരുടെ എല്ലാം അവർ സമ്പൂർണമായി അള്ളാഹു പറയുന്ന ആ നിയമങ്ങളോട് പൂർണ്ണമായും അവരങ്ങോട്ട് കീഴ്പ്പെടും. അതേ അവസരത്തിൽ മുനാഫിക്കുകൾ അതിന് തയ്യാറാവൂല. അവരെങ്ങനെ കേൾക്കുന്നുണ്ടാവുന്നേ ഉള്ളൂ. അവരത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അത് തള്ളിക്കളയും. അതാ. ഇനിയും നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ മുഖേനയോ ദൃഷ്ടാന്തങ്ങൾ മുഖേനയോ ഒക്കെ ഉപദേശങ്ങൾ കേട്ടാൽ, കേട്ടോ, ഉപദേശവും ഉത്ബോധനവും ക്ലാസ്സും ഒക്കെ കേട്ടാൽ എടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ഈ പറയുന്നത്. നമ്മുടെ മാതൃകാ പുരുഷന്മാരാരാണ്? മഹാന്മാരായ പ്രവാചകന്മാരാണ്. നിങ്ങൾ നോക്കൂ, സൂറത്ത് മറിയമിലെ 58-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ്യാ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് മറിയമൊക്കെ ഇങ്ങനെ ഓതുമ്പോഴേ നമ്മളെ മനസ്സിൽ ഇതൊക്കെ മനസ്സിൽ ഉടക്കി നിൽക്കേണ്ട ആയത്തുകളാണ്. ഇതപ്പോൾ അവിടെ പറഞ്ഞത് കുറേ നബിമാരെ കുറിച്ചിട്ട് പറയണം. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല എന്താ അതിൻ്റെ മുമ്പുള്ള ആയത്തുകളിലൊക്കെ പറയുന്നറിയോ? കുറേ നബിമാരെ കുറിച്ചാണ് പറഞ്ഞു. അതിലൊരുപാട് നബിമാരെ കുറിച്ച് അതിൻ്റെ മുമ്പുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നബിമാരെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഉലായിക, അക്കൂട്ടർ, ഈ മേലെ പറഞ്ഞ ആളുകളൊക്കെ. ആരൊക്കെയാണവർ? അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അവർക്ക് നിഅമത്ത് ചെയ്തു കൊടുത്ത ആളുകളാണ് അവരൊക്കെ. മിനൻ നബിയീന, നബിമാരിൽ നിന്ന്. നബിമാരെ കുറിച്ചുള്ള ചരിത്രമാണ് ഈ ആയത്തിന്റെ മുമ്പുള്ള ആയത്തുകളിലൊക്കെ പറയുന്നത് എന്ന് മറന്നു പോകരുത്. ആരൊക്കെയുണ്ട് അവരിൽ? മിൻ ദുർരിയത്തി ആദം, ഒക്കെ ആദം സന്തതികളിൽപ്പെട്ടവരാണ്. ആദ്യം പൊതുവേ പറഞ്ഞു, ആദമിന്റെ മക്കളിൽപ്പെട്ട സന്തതികളിൽപ്പെട്ട ആ പരമ്പരയിൽപ്പെട്ട നബിമാരാണ് ഇവരൊക്കെ. തീർന്നില്ല, പ്രത്യേകം എടുത്ത് പറയണം. വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ, നൂഹിന്റെ കൂടെ നാം കപ്പലിൽ കയറ്റിയവരും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ, ആ താവഴിയിൽ വന്നവരും ഉണ്ട്. വമിൻ ദുർരിയത്തി ഇബ്രാഹീമ, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽ വന്നവരുണ്ട്. ഒക്കെ നബിമാര്, ആരൊക്കെ കുറേ നബിമാര് വന്നിട്ടുണ്ടല്ലോ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ. ഇസ്രായീല, ഇസ്രായീലിന്റെ സന്താന പരമ്പരയിലും. ഏത് നബിക്കാ ഇസ്രായീൽ എന്ന് പേര്? യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മറു പേരാണെന്ത്? ഇസ്രായീൽ. അതുകൊണ്ടാണ് ഇസ്രായേൽ ബനി ഇസ്രായേലിന് ആ നബിയിലേക്ക് ചേർത്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്. 12 ഗോത്രമുണ്ടായത് 12 മക്കളിൽ നിന്ന് താവഴിയായിട്ടാണ്. അതൊക്കെ പ്രാഥമികമായി ചരിത്രങ്ങളിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഈ കണ്ടോ, യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്ന്. പിന്നെയോ വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, നീ പറഞ്ഞോരും അല്ലാത്തവരൊക്കെ പെടുന്ന നിലക്കുള്ളൊരു പ്രയോഗം. നാം നേർവഴി നൽകിയ, നാം സ്പെഷ്യലായി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരും, എല്ലാ നബിമാരെയുമാണ് പറഞ്ഞിട്ട് പറയണത്. ഇതിനാ ഞാൻ അത് കേൾപ്പിക്കുന്നത്. അവരുടെയൊക്കെ സ്വഭാവം എന്തായിരുന്നു? അതാ പറയാൻ പോകുന്നത്. ആദം അലൈഹിസ്സലാം മുതൽ മുത്തു മുസ്തഫ വരെയുള്ള നബിമാരുടെയും സ്വഭാവം എന്തായിരുന്നു? ഇദാ തുത്ലാ അലൈഹിം, എന്താ അർത്ഥം?
അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ, ഇദാ തുത്ലാ അലൈഹിം, അവരുടെ മേൽ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ എന്ത്? ആയാത്തുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ആയത്തുകളെ, റഹ്മാനായ റബ്ബിന്റെ ആയത്തുകളെ അവർക്കാണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജ്ജദം വബുക്കിയ, ഖറൂ അവരങ്ങോട്ട് വീഴും, സുജ്ജദൻ സുജൂദ് ചെയ്യുന്നവരായും, വബുക്കിയൻ കരയുന്നവരായും, കരഞ്ഞുകൊണ്ടവർ സുജൂദിൽ വീഴും. സുജൂദ് കിടന്ന് കരയും അവര്. മുഴുവൻ അമ്പിയാക്കളുടെയും മാതൃക അതാണ്. ആ മാതൃകയാണ് നമുക്കുള്ള മാതൃക. ആ വഴിയിൽ ചേർക്കണേ എന്നാണ് ഞാനും നിങ്ങളും നിർബന്ധമായി 17 തവണ ചോദിക്കുന്നത്. എവിടെ? സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് നീ എന്നെ ചേർത്ത് തരണേ അല്ലാ. കണ്ടോ, അവരുടെ പാരമ്പര്യം, അവരുടെ മാതൃക എന്താണ്? ആയത്തുകൾ കേട്ടാൽ അവർ സുജൂദിലേക്ക് വീഴും, കരയും. ഇനി അതിന്റെ അടുത്ത ആയത്ത് എന്താണെന്നറിയോ? അതും കൂടെ നമ്മൾ കേൾക്കണം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അവർക്ക് ശേഷം എന്നാൽ വീണ്ടും ഒരു തലമുറ വന്നു. ഇവരുടെയൊക്കെ ശേഷം പിന്നെ ഒരു തലമുറ, ഒരു ജനറേഷൻ വന്നു, ഒരു നൂറ്റാണ്ട് വന്നു. അവരുടെ സ്വഭാവം എന്തായിപ്പോയി? അദാഉസ്സലാ, അവർ നിസ്കാരം പോലും ഒഴിവാക്കുന്നവരായി. നിസ്കാരത്തെ പോലും അവരെന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുത്തുന്നു. തീർന്നില്ല, വത്തബഉശ്ശഹവാത്ത്, തോന്നിയാസങ്ങളെയാണ് പിന്നെ അവർ പിൻപറ്റി ജീവിക്കുന്നത്. നിസ്കാരം ഏതായാലും ഇല്ല. നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ ശൈത്താൻ പറയണമാതിരി ശൈത്താന്റെ ആ മാനിഫെസ്റ്റോ അനുസരിച്ച് അവൻ അങ്ങനെ മുന്നോട്ട് പോകും. വസൗഫ യൽഖൗന ഗയ്യാ, അങ്ങേയറ്റത്തെ വലിയ കഠോരമായ അപകടത്തെ അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്നാൽ ഇനി ആരെങ്കിലും അങ്ങനെ പറ്റിപ്പോയോ? അവർക്കും വേണ്ടേ? നിരാശപ്പെടുത്താൻ പറ്റൂലല്ലോ. പ്രത്യാശയുടെ വചനം അല്ല പിന്നെയും പറയണേ. കണ്ടോ റബ്ബിന്റെ റഹ്മത്ത്. ഉടനെ ചേർത്ത് പറഞ്ഞു, ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവരൊഴികെ, വആമന വഅമില സാലിഹാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരിതിൽ നിന്നൊഴിവാണ്. ഫഉലൈക, എന്നാൽ അക്കൂട്ടർ, യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ്. വലാ യുളമൂന ശൈആ, അവരോട് ഒരു തരിമ്പ് പോലും അനീതി ചെയ്യപ്പെടുന്നതല്ല. അപ്പം നമ്മളോട് പറയണ ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഗഫലത്തിലൂടെ അള്ളാനെ മറന്നൊക്കെ ജീവിച്ചോ, എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് ജീവിച്ച് മരിക്കാൻ ആരും വിചാരിക്കരുത് ദയവായിട്ട്. തൗബ ചെയ്താൽ നിങ്ങൾക്കിരുന്ന് കൊഴിവുണ്ട്. അള്ളാഹു നമ്മെ തായിബീങ്ങളിൽ തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഇത് നബിമാരുടെ ശീലമാണ്. നബിമാരങ്ങനെയാണ്. ഇനി കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന തൗറാത്തും ഇഞ്ചീലൊക്കെ അനുസരിച്ച് ജീവിച്ച നല്ലവരായ ആളുകളുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഈ ഖുർആൻ കേട്ടപ്പോൾ അവർക്കുണ്ടായ ഗുണവും അല്ലാഹു തആല പറയുന്നത് നോക്കൂ. സൂറത്തുൽ ഇസ്രായിലെ 107, 108, 109 ആയത്തുകളിൽ ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽഅദ്ഖാനി സുജ്ജദാ വയഖൂലൂന സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഫ്ഊലാ വയഖിറൂന ലിൽഅദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ. ഇതൊക്കെ സുജൂദ് ചെയ്യേണ്ട ആയത്തുകളാണ് കേട്ടോ. മറിയമിൽ കേട്ടതും ഇപ്പോൾ ഇസ്രായേൽ കേട്ടതൊക്കെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പറയാനുണ്ട്. അത് അവിടെ എത്തുമ്പോൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ആയത്തിൽ പറയണ എന്താ? നബിയെ പറയൂ അവരോട്, ഖുൽ നബിയെ പറയൂ, ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ, നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചോളൂ, ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട. അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. വേണമെങ്കിൽ വിശ്വസിച്ചോളൂ, ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, ഈ ഖുർആനിൻ്റെ മുമ്പ് ഇൽമ നൽകപ്പെട്ട ആളുകളുണ്ട്, വേദം നൽകപ്പെട്ടവരായ വേദക്കാരായ ആളുകൾ. ഇദാ യുത്ലാ അലൈഹിം, അവർക്ക്
ഇതാണ്ട് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവരുടെ സ്വഭാവം പോലും എന്തായിരുന്നു? യഖിറൂന, കണ്ടോ, ഖറ യഖിറു, യഖിറൂന, അവർ വീഴുന്നവരായിരുന്നു. ലിൽഅദ്ഖാനി സുജ്ജദാ, അവരുടെ താടിയെല്ലുകൾ കുത്തി വേഗം സുജൂദിലേക്കാണ് വീഴുന്നിരുന്നു. ഇത് നല്ലവരുടെ ഒക്കെ സ്വഭാവതാണ്. നമ്മളിതിലുണ്ടോ നോക്കിയാൽ മതി, തീർന്നില്ല. അടുത്ത ആയത്ത് നോക്കൂ. വയഖൂലൂന, അവർ പറയുകയും ചെയ്തിരുന്നു, സുബ്ഹാന റബ്ബിനാ, ഞങ്ങളുടെ യജമാനായ റബ്ബ് മഹാപരിശുദ്ധൻ, ഇൻകാന വഅദു റബ്ബിനാ ലമഫ്ഊല, അങ്ങനെ അവർ തസ്ബീഹ് പറയുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകും ഞാൻ. അടുത്ത ആയത്തും കൂടി കേട്ടു നോക്കൂ. വയഖിറൂന ലിൽഅദ്ഖാനി, അവരവരുടെ താടികൾ കുത്തിക്കൊണ്ട് അവരതാ വീഴുകയാണ്. എങ്ങനെ? യബ്കൂന, ബക്കാ യബ്കൂന, ബക്കാ യബ്കി യബ്കൂന, അവർ കരയുന്നു. വയസീദുഹും ഖുശൂഅ, വയസീദുഹും ഖുശൂഅ, അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അതാ മുഅ്മിനീങ്ങൾ, ആയത്ത് കേട്ടാൽ ഈമാൻ വർദ്ധിക്കണം. അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ പേടി തോന്നണം. ഇതെന്തിനാ ഞാൻ പറയുന്നത് അറിയോ? ഞാനും നിങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് പരിശോധിക്കാനാണ്, വേറെ ആരെയും പരിശോധിക്കാനല്ല. അവനവൻ ഒരു ആത്മവിചാരണ നടത്താനാ. എൻ്റെ അവസ്ഥ എന്താ? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാലിലെ 2-ാമത്തെ ആയത്ത് എത്ര വ്യക്തമാണ്. ഇന്നമൽ മുഅ്മിനൂൻ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും സത്യവിശ്വാസികൾ, അല്ലദീന, താഴെ പറയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ മുഅ്മിനീങ്ങൾ. സുബ്ഹാനല്ലാഹ്, അവിടെയൊക്കെ നിങ്ങളൊന്ന് മണിക്കൂർ കണക്കിന് ചിന്തിക്കാൻ മാത്രമുണ്ട്. എന്താ പറയണേ? താഴെ പറയുന്ന ഗുണങ്ങളുള്ളവർ മാത്രമേ ആരാവുള്ളൂ? മുഅ്മിനീങ്ങളാവുള്ളൂ. എന്താണ് അവരുടെ ഗുണം പറഞ്ഞത്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. മനുഷ്യനൊരു തെറ്റ് ചെയ്യണമെന്ന് തൊട്ടിക്കൊള്ളി. ഒരു തെറ്റ് ചെയ്യണ നേരത്തെ ഒരാൾ വന്നിട്ട് അയാളോട് പറഞ്ഞു, ഇത്തഖില്ല, എടാ അള്ളാഹിനെ പേടിക്ക്. അത് കേട്ടപ്പോൾ അയാൾ നെഞ്ചാണ് പെടയാണ്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്, എത്ര സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ. അള്ളാഹ്ന്ന് കേട്ടപ്പോൾ അവർക്ക് പേടിയായി, അത് കേട്ടപ്പോൾ പേടിയായി. ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അള്ളാഹിനെ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം നടുങ്ങും. അടുത്ത ഗുണം എന്താ? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അതവരുടെ ഈമാനിന് വർദ്ധനവ് കൊടുക്കും. ആയത്ത് കേൾക്കുന്തോറും ഈമാൻ കൂടും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിന്മേൽ കാര്യത്തിൽ അവർ എന്തിലും അള്ളാഹ് വിചാരിച്ചതേ വരുള്ളൂ. റബ്ബിൽ തവക്കുലാക്കുക, അവർ തവക്കുലുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇതൊക്കെ സത്യവിശ്വാസികളുടെ ഗുണമാണ്. ഇനിയും മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താണ്? സൂറത്തുൽ ഫുർഖാനിലെ 73-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഫുർഖാൻ 73. ഇബാദുർ റഹ്മാൻ തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. ഇബാദുർ റഹ്മാന്റെ സ്വഭാവങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത്. അതിൽ അവരുടെ റഹ്മാനായ അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാരുടെ പല ഗുണങ്ങളാണ് ആ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അതിൽ അവരുടെ ഒരു ഗുണം പറയുന്നത് കേട്ടോളൂ. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. വല്ലദീന, അവരൊരു കൂട്ടരാണ്, ഇദാ ദുക്കിറൂ, അവർ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ. ഇവിടെ പറഞ്ഞില്ലേ ഇദാ ദുക്കിറൂ ബി ആയാത്തിനാണ് ഇവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞതോ ബി ആയാതി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ അവരുടെ മനസ്ഥിതി എന്തായിരിക്കും? ലം യഖിറൂ അലൈഹാ, അതിന്മേൽ അവർ വീഴാതിരിക്കില്ല. അതിന്മേൽ അവർ എങ്ങനെ? ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാന. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സുമ്മും ഉമ്യും, അന്ധന്മാരും ബധിരന്മാരുമായിട്ടല്ല അവർ ആ ആയത്തുകളുടെ മേൽ വീഴുക. ആ ആയത്തുകളുടെ മേൽ അവർ വീഴുകയില്ല. എങ്ങനെ വീഴൂല എന്നാണ്? സുമ്മം വഉമ്യാന, അന്ധന്മാരും ബധിരന്മാരും. ഉമ്യ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത അന്ധൻ. സുമ്മ എന്ന് പറഞ്ഞാലോ ബധിരന്മാര്, കാതു കേൾക്കൂല.
ഞാനൊന്നും കേട്ടില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നിലപാടല്ല ആയത്തുകൾ കേൾക്കുമ്പോൾ ആർക്കുണ്ടാവുക? മുഅ്മിനീങ്ങൾക്കുണ്ടാവുക. മറിച്ച് അവരൊരു ആയത്ത് കേൾക്കുമ്പോൾ നല്ലോണം അതിനെപ്പറ്റി ചിന്തിക്കുന്ന, ആയത്ത് കേൾക്കുമ്പോൾ അവരതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കും എന്നാണ് സുഹൃത്തുക്കളെ അല്ലാഹു തആല ഇവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ശ്രദ്ധ തെറ്റിപ്പോരുത് കേട്ടോ പറയുമ്പോഴേ. ലം യഖിറു അലൈഹ, അവർ അതിന്മേൽ വീഴുകയില്ല. സുമ്മം വഴുമിയാന, കണ്ണും കാതും ഒക്കെ അടച്ചു പിടിച്ചിട്ട് അവരായത്ത് കേൾക്കൂല. മറിച്ച് അവരായത്ത് കേൾക്കുമ്പോൾ അവർക്ക് നല്ല ചിന്ത ഉണ്ടാകുന്നു. ഓരോ ആയത്തും അവർ ശരിക്കും നല്ല ചിന്തയോടെയാണ് അവർ അതിനെ സമീപിക്കുക. ഇതിനെ ദുർവ്യാഖ്യാനിച്ച ചില ആളുകളുണ്ട്, കൂടി മനസ്സിലാക്കണം. ഇതിനെ ദുർവ്യാഖ്യാനിച്ച ചില ആളുകളുണ്ട്. അവരെന്താ പറഞ്ഞറിയോ? അവർക്ക് ആയത്തോതി കേൾപ്പിക്കപ്പെട്ടാൽ അവരത് കണ്ണും പൂട്ടിയാണ് വിശ്വസിക്കൂല. അതിനെക്കുറിച്ച് നല്ലോണം ഒന്ന് ആലോചിക്കുന്നു. എങ്ങനെയുണ്ട് ശൈത്താൻ്റെ പരിപാടി? ഇപ്പൊ ഖുർആൻ കേൾക്കുമ്പോൾ ഉറക്കം വരുത്തുന്നില്ല ശൈത്താൻ. ആ ശൈത്താൻ്റെ വേറൊരു പരിപാടിയാണ്. ആയത്തിന് എന്ത് ചെയ്യുക? തെറ്റായ അർത്ഥം കൊടുക്കുക. ഇവിടെ ഇപ്പം എന്താ പറയണത്? എങ്ങനെയുണ്ട് ആ അർത്ഥമാണ് കൂട്ടിമാട്ടിയത്. ഇവിടെ പറയുന്നത് എന്താണ്? ആ ആയത്തുകൾ എന്താണ് അതിൽ പറഞ്ഞത് എന്ന് ശരിക്ക് ചിന്തിച്ച് പഠിച്ചിട്ട് അതിനെ അംഗീകരിക്കുന്നതാണ്. ഇവർ പറയണതോ ആയത്താണ് കേൾക്കുമ്പോഴേക്ക് അതിലാണ് അന്ധമായിട്ട് അതിനാണ് പിൻപറ്റൊന്നുമില്ല, നല്ലോണം കണ്ട് ആലോചിച്ചിട്ടേ അതിനെപ്പറ്റിയാണ് തീരുമാനം എടുക്കുള്ളൂ. അത് കാഫിറിൻ്റെ സ്വഭാവമാണ്, അത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. അള്ളാഹു റസൂൽ ഒരു കാര്യമാണ് പറഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. മറ്റോനോ സമീഅനാ, ഞങ്ങൾ കേട്ടു, വഅസൈനാ, ഞങ്ങൾ അനുസരിക്കൂല. ആയത്തൊക്കെ നിങ്ങൾ ഓരി തന്നോളിയും, നമ്മൾ അനുസരിക്കൂല. നമ്മൾ പോണൊരു വഴി ഉണ്ടായിക്കൂടി തന്നെ പോവുള്ളൂ. എത്ര പച്ചയായിട്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ഓരോ സ്വഭാവങ്ങളും എടുത്ത് പറയുന്നത്. എന്തിനാ? ഇതൊന്നും നമ്മളിൽ വരാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കരയലും അവരുടേതായ ഹൃദയത്തിൻ്റെ ആ പേടിയൊക്കെയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അവിടുന്ന് എത്ര ചിന്തയോടെയാണ് പാരായണം ചെയ്തിരുന്നത്, എത്രത്തോളമാണ് കരഞ്ഞിരുന്നത് എന്നൊക്കെ സുഹൃത്തുക്കളെ മഹാനായ യസീദ് ഇബ്നു മൈസറ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അൽ ബുക്കാഉ മിൻ സബഅത്തി അശ്യാ, 7 കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കരയാറുണ്ട്. ശരിക്കും നമ്മൾ കേട്ടോളൂ, 7 കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കരയാറുണ്ട്. ഒന്ന് മിനൽ ഫറഹി, സന്തോഷം ഉണ്ടാവുമ്പോൾ കരയും, സന്തോഷ കണ്ണീരാ. സന്തോഷം ഉണ്ടാവുമ്പോൾ കണ്ണിന്ന് വെള്ളം വരൂലേ. വൽ ഹസനി, ദുഃഖം ഉണ്ടാവുമ്പോൾ കരയും, സങ്കടം ഉണ്ടാവുമ്പോൾ കരയും, അത് സങ്കട കണ്ണീരാ. വൽ ഫസഇ, പേടിച്ചിട്ട് കരയും. വൽ വജഇ, ശാരീരികമായിട്ട് വേദന എടുത്താൽ കരയും, അത് വേദന കരച്ചില. വൽ റിയായി, ആളെ കാണിക്കാൻ വേണ്ടി കരയും, അതാണ് റിയായിൻ്റെ കരച്ചിൽ, അതുണ്ട്. 6-മത്തതോ ശുക്രി, നന്ദി കരച്ചിലുണ്ട്. നമുക്കൊരാളൊരു നിഅമത്ത് ചെയ്തിട്ട് തന്നാണ്ടല്ലോ, അയാളോടുള്ള ആ ശുക്ർ കൊണ്ട് കണ്ണിന്ന് വെള്ളം ചാടും, അതൊരു കരച്ചിലാണ്. വബുക്കാഉ മിൻ ഖശിയത്തില്ലാഹ്, ഇതിൻ്റെ ഒക്കെ അപ്പുറത്താണ് വബുക്കാഉ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള കരയൽ. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ? ഫദാലിക, ആ കണ്ണുനീരാണ്. എങ്ങനെയുള്ള കണ്ണുനീര്? തുത്ഫി ദംഅതു മിൻഹു, അതിൽ നിന്നുള്ള ഒരു തുള്ളി കെടുത്തിക്കളയും. അംസാലൽ ജിബാലി മിനന്നാർ, നരകാഗ്നിയിലെ അംസാലൽ ബുഹൂരി മിനന്നാർ എന്ന് കാണാം. നരകത്തിയിലെ കടലുകളെ, തീ കടലുകളെ പോലും കെടുത്തിക്കളയാൻ കരുത്തുണ്ട് അള്ളാനെ പേടിച്ച് കരയുന്ന കണ്ണുനീരിൻ്റെ ഒരു തുള്ളിക്ക്. എത്രയാണ് ആ കരച്ചിലിൻ്റെ? ഇനി 8-മത്തെ ഒരു കരച്ചിലും കൂടിയുണ്ട്, കള്ളക്കരച്ചിൽ. കരച്ചിൽ അഭിനയിക്കുക. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിട്ട് മക്കളതാ വൈകുന്നേരം കരയുന്നു. യൂസുഫ് പോയി ഒരു കൊണ്ട കിണറ്റിലിട്ടല്ലേ. എന്നിട്ട് ഇവിടെ കരച്ചിൽ അഭിനയിച്ചു വന്നിട്ട്, അതും കരച്ചിലാണ്. ഇങ്ങനെ 8 കരച്ചിൽ സമൂഹത്തിലുണ്ട്. നമ്മൾ ഏത് കിട്ടാനാ തേടേണ്ടത്? അള്ളാനെ പേടിച്ചിട്ടുള്ള കരച്ചിൽ കിട്ടും. ഐനാനിലാ തമസ്സുഹുമന്നാർ, 2 കണ്ണുകൾ ആ നരകത്തി സ്പർശിക്കൂല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാനെ പേടിച്ച് കരയുന്ന കണ്ണ് നരകത്തി തൊടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേട്ട് കരഞ്ഞ എത്ര സംഭവങ്ങൾ. പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ അവിടെയുള്ള വിചാരണയെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും മുസ്തഫാക്ക് അവിടെ കൊടുക്കുന്ന വലിയ പദവിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ഓതാൻ പറഞ്ഞു, സഹാബിയോട് ഓത്ത് നിർത്താൻ പറഞ്ഞു. ഇനി മതി, ഇനി എനിക്ക് കേൾക്കാൻ വയ്യ.
സഹാബിമാരുടെ ചരിത്രത്തിലൊക്കെ ധാരാളം. അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു. ഖുർആൻ നബിതങ്ങളുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് കൂടി നമ്മളൊന്ന് കേൾക്കണം. യഖറഉ മുതറസ്സില. നബിതങ്ങൾ ഖുർആൻ നിർത്തിയിട്ടേ പാരായണം ചെയ്യുള്ളൂ. സ്പീഡിലിങ്ങനെ ഹൈ സ്പീഡിലിങ്ങനെ പറഞ്ഞു പോകില്ല. യഖറഉ മുതറസ്സില. നിർത്തി സാവകാശം പാരായണം ചെയ്യും. ഇദാ മർറ ബി ആയത്തിൻ ഫീഹാ തസ്ബീഹ്, തസ്ബീഹ് ചൊല്ലേണ്ടുന്ന ഒരായത്ത് കടന്നുപോയാൽ അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്യും? സബ്ബഹ, തസ്ബീഹ് ചൊല്ലും. വഇദാ മർറ ബി സുആലിൻ, അള്ളാഹിനോട് വല്ല റഹ്മത്തിനെ ചോദിക്കലോ ആ നിലക്ക് റഹ്മത്ത് ചോദിക്കേണ്ട ആയത്തുകളാണെങ്കിൽ സഅല, ആ റഹ്മത്തിനെ ചോദിക്കും. വഇദാ മർറ ബി തഅവ്വുദിൻ, അള്ളാഹിനോട് വല്ല കാവൽ തേടേണ്ടുന്ന വല്ല വിഷയങ്ങളും ആണോ അപ്പൊ ഈ ആയത്തിലുള്ളത് എങ്കിൽ തഅവ്വദ, അള്ളാഹിനോട് കാവൽ തേടും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സുഹൃത്തുക്കളെ. നമുക്കിതെന്താ പറ്റാത്തത്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എവിടെ ഇപ്പം തസ്ബീഹിൻ്റെ ആയത്ത് നമുക്കറിയില്ല, എവിടെ ഇപ്പം റഹ്മത്തിനെ ചോദിക്കേണ്ട ആയത്ത് എനിക്ക് മനസ്സിലാവില്ല, എവിടെ ഇപ്പം ഞാൻ അള്ളാഹിൻ്റെ പിന്നെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടത് എനിക്ക് തിരിയണില്ല. എന്താ കാരണം? എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അപ്പം അർത്ഥം പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണ്? ഖുർആൻ നമുക്ക് നല്ല നിലക്ക് പാരായണം ചെയ്യണമെങ്കിൽ അർത്ഥം അറിഞ്ഞ് ഓതണം. അപ്പോഴേ നമുക്ക് അതിനൊക്കെ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ ആയത്തും നരകത്തിൻ്റെ ആയത്തും ശിക്ഷ ഇറങ്ങിയ ആയത്തും ഒക്കെ ഒരേപോലെ ഉണ്ടാവും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇതിനാണ് നമ്മൾ ഈ അധ്വാനിക്കണത്. ഇപ്പം നിങ്ങൾ വിലപ്പെട്ട ഒരു മണിക്കൂർ ഇവിടെ വന്നിരുന്നത് എന്തിനാ? ഈ ഖുർആൻ പഠിക്കാനാണ്. ഈ ആയത്ത് നിങ്ങൾ ഓതുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഒരു ചിന്ത ഉണ്ടാവും. ഇങ്ങനെ പഠിച്ചു പോയാലാണ് നമുക്ക് ഇതൊക്കെ ഉപകാരപ്പെടാം. അപ്പം നമ്മളെയും മനസ്സിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. സുജൂദ് ചെയ്യേണ്ട റബ്ബിൻ്റെ മുമ്പിൽ ആ നിയമങ്ങളോട് കീഴ്പ്പെടാനുള്ളൊരു മാനസികമായ അവസ്ഥ ഉണ്ടാകും. അങ്ങനെ സമ്പൂർണമായ നിലക്ക് നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. അതേ അവസരത്തിൽ മുനാഫിക്കീങ്ങൾ കേട്ടാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ്. നബിൻ്റെ സദസ്സിൽ ആയത്തിറങ്ങുമ്പോൾ മുനാഫിക്കീങ്ങളെ പരിപാടി എന്തായിരുന്നു? നളറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, ഒരു മുനാഫിക്ക് മറ്റോരുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കും, മറ്റോരുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കും. ഇതിപ്പോൾ ആർക്കാ കാര്യം, ആർക്കാപ്പതുകൊണ്ട് ഈമാൻ കൂടുക എന്ന് അവർ ചോദിക്കുന്നു. അതിന് അള്ളാഹ് മറുപടിയും പറയണത്, മോമിനീങ്ങൾക്ക് ഈമാൻ കൂടും. അതേ അവസരത്തിൽ വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ള മുനാഫിക്കീങ്ങളുണ്ടല്ലോ, അവരുടെ റിജ്സ് ഇലാ റിജ്സിഹിം, അവരുടെ നജസ് കൂടുകയുള്ളൂ. വമാതു വഹും കാഫിറൂൻ, അവർ കാഫിറുകളായി ചത്തുപോകും. സൂറത്തു തൗബ 124, 125 ആയത്തോല നേരല്ലാത്തതുകൊണ്ടാണ് ആശയം ചുരുക്കി പറഞ്ഞത്. പരിഭാഷകളോ തഫ്സീറുകളോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ സംവിധാനങ്ങളുള്ള കാലഘട്ടമാണ്. നിങ്ങളത് പഠിക്കണം. ഒരായത്തും കൂടെ കേൾപ്പിക്കുക. സൂറത്തുൽ അംഫാൽ 22. അല്ലാഹു തആല പറയണേ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ട ജന്തുക്കൾ ആരാണ്? അങ്ങനെ തന്നെ പ്രയോഗം. ഇന്ന ശർറദ്ദവാബി, ജന്തുക്കളിൽ ഏറ്റവും വൃത്തികെട്ടവർ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ആരാണ്? അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഖിലൂൻ, എന്ത് കേട്ടാലും അവർ ചിന്തിക്കൂല. ഞാനൊന്നും കണ്ടില്ലേ, ഞാനൊന്നും കേട്ടില്ലേ എന്ന നയത്തിൽ അവൻ അങ്ങനെ പോകുന്നു. എന്നോടൊന്നും പറയണ്ട, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരാണ് ഏറ്റവും വൃത്തികെട്ട ജന്തുക്കൾ. സൂറത്തുൽ അംഫാൽ 22. ഒന്നും കൂടെ കേട്ടോളി. സൂറത്തുൽ ലുഖ്മാൻ 6-7. അമിനന്നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർക്ക് വെറും കളിയും വിനോദവും വാങ്ങലും അത് കാണലും അത് പ്രചരിപ്പിക്കലും അങ്ങനെ ആഹ്ലാദിക്കലും കോമഡിയിൽ രസിക്കലും ഒക്കെയാണ് അവരുടെ പതിവ്. അവർക്ക് വേദനാജനകമായ നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഇനി അടുത്ത ആയത്ത് കേട്ടോ, ഞൊക്കെ അർത്ഥം പറയുന്നു കേട്ടോ. ലുഖ്മാൻ 6-7 നിങ്ങൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്ത ആയത്തിൽ എന്താ? എന്തേ അവർക്ക് കാരണം? വൈദാ, ഈ സ്വഭാവമുള്ള ആളുകൾ, വൈദാ തുത്ലാ അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ അവനോട് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, എടോ ഇങ്ങനെ ചെയ്യല്ലേ, നീ ചെയ്യുന്ന പോക്ക് ശരിയല്ല, നീ പോകുന്ന പോക്ക് ശരിയല്ല മനുഷ്യ, ഇത് അള്ളാന്റെ ആയത്തിനെതിരാണ്, റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്കെതിരാണ് എന്നവനോട് പറയപ്പെട്ടാൽ, വല്ലാ മുസ്തക്ബിറാ, അവൻ അഹങ്കാരിയായി കൊണ്ടങ്ങ് തിരിഞ്ഞു പോകും. കഅല്ലം യസ്മഅഹാ, അവനത് കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവന്റെ ഇരു കാതുകളിലും എന്തോ ഉരുക്കി ഒഴിച്ചതുപോലെ അവൻ അങ്ങ് കിബറനായി പിന്തിരിഞ്ഞു പോകും. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, അവർക്ക് ഏറ്റവും വേദനയുള്ള പെയിൻഫുള്ളായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞേക്കൂ. എത്ര ഗൗരവത്തോടെ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ഓതുന്ന ഖുർആനിൽ തന്നെ ഉണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ 6-7. സുഹൃത്തുക്കളെ, ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ്
പൂർണ്ണമായ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതവുമായി വേറുള്ളൊരു ജീവിതത്തിലേക്കല്ല, നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ആത്മപരിശോധന നടത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പോരായ്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ അർത്ഥത്തിലും അവൻ പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.